ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണം. ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അയ്യോ അച്ഛാ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കാണാനിരിക്കുക നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളാതെ കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഈസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവിന് വരും, പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ലേ? വല്ല കാര്യമുണ്ട്, എൻ്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. ഇവിടുത്തെ മെയിൻ ബൈബിൾ അവസാനിക്കുമ്പോൾ എന്താ പറയണത്? ഫിഡൈൽ അൺടു ദി ഡെത്ത്, അൺടിൽ ഡെത്ത്. എന്താണ്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ നിങ്ങൾ കാപട്യമില്ലാത്ത ആളാണോ എന്നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഫിഡലിറ്റി ഉണ്ടോ ദൈവത്തോട്? ഫിഡലിറ്റി ഉണ്ടെങ്കിൽ വിശ്വസ്തത, ഉടമ്പടിയുടെ മുഖമുദ്ര ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ്. എന്താണത്? ഉടമ്പടി നിങ്ങൾ കേവല വിശ്വാസികളിൽ നിന്ന് ഒരു ശിഷ്യ, ഒരു ഡിസേബിളിൻ്റെ റെലത്തിലേക്ക് നിങ്ങളെ ഉയർത്താനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനാണ്, ശിഷ്യയാണെന്ന് പറയണം. ശിഷ്യയാണെങ്കിൽ അശ്വതി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളെ 3 കൊല്ലം ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലേ, ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തോക്കെ ഇവനോട് ചോദിച്ചു, ഇവക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ പറ്റണ പോലെയൊക്കെ അത് എന്തൊക്കെ പറഞ്ഞ്. അപ്പം അതെല്ലാം പൊട്ടത്തിനാണെന്ന് ഇവക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ, ആ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇവളെന്ത് ചെയ്യുന്നറിയാമോ? ഇവളുള്ള കാര്യം അങ്ങോട്ട് കൈ ഉയർത്തി തൻ്റെ തോൽവി, തൻ്റെ മെറിറ്റില്ലാത്ത അവസ്ഥ അവൾ അംഗീകരിക്കും. ഇപ്പം നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ നിൻ്റെ അതിനാണ് നമ്മൾ ഉപ്പിടണത്. അവൾ ആ ഇൻ്റർവ്യൂ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട്. എന്താ കാര്യം? എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, എനിക്ക് ഒരു സംസാരിക്കാൻ അറിയാൻ പാടില്ല, ആകപ്പാടെ ഉള്ളത് പോകാനുള്ളൊരാഗ്രഹമുണ്ട്, കടങ്ങളുള്ളതുകൊണ്ട്. ഇപ്പം ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ എനിക്കുള്ളൂ, കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി, ഞാൻ എൻ്റെ യോഗ്യതയിലല്ല ആശ്രയിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉപ്പിടണത്. എന്താ ഉപ്പിടണത്? ഉടമ്പടിയാണോ? ഉടമ്പടി ഉപ്പെന്നാണ് ബൈബിൾ പറയണത്. അല്ല, ഓരോരുത്തരിങ്ങനെ, ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടെ ഉപ്പിരിക്കുകയും എന്താ നേർച്ച ഇടുന്നവരെല്ലാം അവിടെ നിന്നൊരു നുള്ളെടുത്തുകൊണ്ട് പോകും. അത്ര ഉപ്പല്ല കൃപാസനത്തിലെ ഉപ്പ്. കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പാണ്. സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്ന് ബൈബിൾ പറയുന്ന ഉപ്പാണ്. എന്താണത്? അത് ലേവയർക്കുള്ളതാണ്. ലേവയർ ആരാണ്? പുരോഹിത വർഗമാണ്. എന്താ ലേവയന്? മോസസ് ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി വിഭജിച്ച് കൊടുത്തപ്പോഴേ കർത്താവ് മോസസിനോട് പറഞ്ഞു, ലേവയർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ അവകാശമില്ല. എന്താ കാര്യം? ഞാനാണ് അവരുടെ അവകാശം. അയ്യോ, എന്തൊരു സംഭവം! അതുകൊണ്ട് മോസസ് പറഞ്ഞു, എല്ലാ കുറവിലും ലേവ്യരുടെ ഓഹരികളിൽ നിങ്ങൾ ഉപ്പ് തളിക്കണം. അത് നിങ്ങൾ എടുക്കാനും പള്ളിക്കെടുക്കാനുമല്ല, അത് അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ളതാണ്. അത് കാര്യം എൻ്റെ ഓഹരിയാണെന്നത്, അതെൻ്റെ ഓഹരിയാണ്, ഉപ്പ് തളിക്കണത്.
അത്രയും ബോധത്തിൽ വേണം നിങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്യാൻ. എന്നുവെച്ചാൽ എനിക്കിവിടെ അവകാശമില്ല, നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് മെറിറ്റില്ല. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി സിസ്റ്റത്തെ തന്നെ ഉടമ്പടി തൈലം എടുത്തേണ്ട ഒരു കുരിശ് വരക്കും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവിടെ സംസാരിക്കാൻ അറിയത്തില്ല, പറയണത് മനസ്സിലാകത്തില്ല, പിന്നെ എന്താണ്, ഇനി എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. അതാണ് ഉപ്പ് ഇട്ടേക്കണത്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ചോദിക്കും. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അവർക്ക് അറിയാവില്ല, അതുകൊണ്ട് അതിന് സന്തോഷമില്ല. കാര്യം പൊട്ട മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ് യു ഗോട്ട് 24 ഔട്ട് ഓഫ് 25 എന്ന് പറയും. ഇതാരാണ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് നമ്മളോട് പറഞ്ഞ ആളാണ്. അപ്പം പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് വിഷയം. എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടെന്നാണ്. അവിടെ കയറിപ്പോകുമ്പോൾ എന്താണ്? കൂട്ടുകാരെ പറഞ്ഞ് നീ കയറിപ്പോകും, നിൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഇല്ലേ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. അത് നടക്കാൻ വകുപ്പില്ല, നീ ഫ്രഷ് ഹാൻഡല്ലേ, അവിടെ നിനക്ക് ഉദ്യോഗം കിട്ടിയെന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സെറ്റപ്പായിട്ടില്ല. അപ്പം അത് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് അവൾ പറയും. അപ്പോൾ വിസ അടിച്ച് വരുമ്പോൾ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പമാണ് വിസ അടിച്ച് വരണത്. ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ അശ്വതി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് പെട്ടെന്നിങ്ങനെ ഓടിത്തിരിയും. കർത്താവ് ആരാണ്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ. ചില ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താ ഒത്തി, കിട്ടാതെ കൂട്ടി, പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംബിഗസായിട്ട് ചെയ്യും. അപ്പം ചെയ്യുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമായി ക്യാൻസൽഡാണ്. നിങ്ങൾ ഡൗട്ട് ഫെയ്ത്തിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉടമ്പടി സ്റ്റാൻഡ് ക്യാൻസൽഡ്, ഓട്ടോമാറ്റിക് ക്യാൻസലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യം. അവിടെ പോയിരുന്ന് ഉറങ്ങി വെച്ച് വന്ന് വല്ലതും കുത്തി കുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യും. ദാറ്റ് ഇസ് നോൺസെൻസ്. നിങ്ങൾ ഇത് ഡൗട്ട് ഫെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ ഈ സ്ഥലത്ത് ആൾക്കാരെ കാല് കുത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ക്യാൻസൽഡ് ആവും. എന്താ കാര്യം? ഫിഡലിറ്റി ഇല്ലെന്ന് കർത്താവിനറിയാം. എൻ്റെ മക്കളെ, ഏറ്റവും പ്രശ്നം അനുഗ്രഹാനന്തര കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടിയിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ദൈവം നോക്കും. ഒരു പത്തറ്റിക് റീസൺ പറയാം, 90% ആൾക്കാരുടെ ഉടമ്പടി അപകടത്തിലാണ്. എന്താ കാര്യം? ഇവർ ഉടമ്പടി ചെയ്യണ ദൈവത്തോടല്ല, അവിടെ വിഷയത്തോടാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടമ്പടി അനുസരിച്ച് ജീവിക്കത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇവിടെയാണ് അശ്വതി വ്യത്യസ്തയാകണത്. ബൈബിളിൽ വ്യത്യസ്തതയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമാകാനും മനസ്സിനിണങ്ങിയതാണ്. 2 വാക്കും ബൈബിളിലെ വാക്ക്. ഡിഫറൻസ് എടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് വിഷയം. ദൈവം ഉടമ്പടിയിലൂടെ വരണ എന്താണ്? ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ.
ഒക്കെ പഴയ സിലബസാണ്, മറന്നു പോകരുത്. എൻ്റെ പേര് ആൻസി ആന്റണി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് വരുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത് ഇത് 2ാമത്തെ തവണയാണ്. അതിൽ എൻ്റെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്ന അമ്മയുടെ അടുത്ത് സന്നിധിയിൽ. 2022 ഒക്ടോബർ 10 ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത്. ഒക്ടോബർ 26 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങൾ 2015 ഞങ്ങളൊരു വീട് പണിതു. 15 വീട് പണിതപ്പം അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പലരോടും കടം മേടിച്ചിട്ടൊക്കെയാണ് അന്ന് വീട് പണി തുടങ്ങിയത്. 4.5 മാസം കൊണ്ട് വീട് പണി പൂർത്തീകരിച്ചു. നല്ലൊരു വീട് ഞങ്ങൾ പണിതു കഴിഞ്ഞപ്പോഴത്തേക്കും 10-22 ലക്ഷം രൂപ കടമായി. അതിനുശേഷം ഞങ്ങൾ ഓർത്ത് കുറച്ച് സ്ഥലം വിറ്റ് കടം വീട്ടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അറിയാവുന്നതുപോലെ 2016 നോട്ട് നിരോധനം, 2018 പ്രളയം, 2019 കൊറോണ. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ എടുത്ത പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കൃപാസനത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. അതിന് പ്രകാരം 2019 ഞാനും ചേട്ടനും ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് ചേട്ടൻ അന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതിനുശേഷം കൊറോണ വന്നതോടുകൂടി 3 മാസക്കാലം അടുപ്പിച്ച് വന്ന് പിന്നെ വരാൻ സാധിച്ചില്ല. പക്ഷേ പ്രാർത്ഥനകൾ ഞങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2022 ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം 10 വർഷമായിട്ട് പട്ടയം ഞങ്ങളുടെ ബാങ്കിലിരിക്കുമായിരുന്നു. ഓരോ മാർച്ച് മാസവും അല്ലെങ്കിൽ ഡിസംബർ മാസവും ഒക്കെ ആകുമ്പോൾ കടക്കാർക്കറിയാം നമ്മുടെ വീട്ടിൽ ജപ്തി കടലാസ് അല്ലെങ്കിൽ ബാങ്കുകാരുടെ വിളി വരുന്ന സമയമാണ്. നമ്മളിങ്ങനെ പേടിച്ചിരിക്കും. ഡിസംബർ മാർച്ച് ഇങ്ങനെ ഓരോ വർഷവും കടന്നു പോയപ്പം വളരെ ദുഃഖത്തോടും സങ്കടത്തോടും ഇതിനൊരു പരിഹാരം എവിടെ നിന്ന് കിട്ടും, അങ്ങനെയാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നതിന് പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല, ഭയങ്കര ധൈര്യമായിരുന്നു. ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞങ്ങൾ ഒരിക്കലും നടക്കില്ല, ഞങ്ങൾക്ക് 10-22 ലക്ഷം രൂപ കടമുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്നും അറിയാതെ മുന്നോട്ടിരുന്നപ്പോഴാണോ ഓരോരോ ചെറിയ വഴികൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു വന്നു. അതിൽ പുറത്തുനിന്ന് മേടിച്ചവരുടെയൊക്കെ ഏകദേശമൊക്കെ കൊടുത്ത് തീർത്തു. ബാങ്കിൽ അടച്ചിട്ടും അത് തീരുന്നില്ല. ഈ കഴിഞ്ഞ 10ാമത്തെ പുതുക്കലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ജപ്തി കടലാസ് വന്നു. 11.5 ലക്ഷം രൂപ ഈ മാസം 24 മുമ്പ് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ 10ാമത്തെ പുതുക്കലിന് ഞാൻ അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് കുറച്ച് പേരെ കൊണ്ടുവരുമായിരുന്നു. ട്രാവലറിൽ 10, 25, 15, 17 പേരൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പുതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ മുതൽ ഇവിടം വരെ പ്രാർത്ഥിച്ച് ആരാധന കൂടി ജോസഫച്ചൻ്റെ ആരാധനയൊക്കെ പങ്കെടുത്താണ് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച 15 ദിവസം മുന്നേ ഇവിടെ വന്ന് ജോസഫച്ചനെ ഈ ഉടമ്പടി കടലാസും കൊണ്ട് അല്ല ജപ്തി കടലാസും കൊണ്ട് ഞാനിവിടെ വന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനെ കണ്ടോളാൻ പറഞ്ഞു. അച്ഛൻ്റെ കണ്ടു. അച്ഛനെ കണ്ട് എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു. എന്നോട് പറഞ്ഞു ഉടമ്പടി ഈ കാശുരൂപം വീട്ടിൽ നമ്മുടെ പറമ്പിൽ ഇവിടെ കുഴിച്ചിടുക. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് 4 അതിരിൽ ഞാനിട്ടു. പിന്നെ ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് ഞാനും ചേട്ടനും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 അതിരിലിട്ടു. ഭയങ്കര അത്ഭുതമാണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത അത്ഭുതമാണ്. ഒരാഴ്ച കൊണ്ട് 11.5 ലക്ഷം രൂപ ഉണ്ടാക്കി ആ പട്ടയം എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് അടിമാലിയിൽ നിന്നും ഞാനും ചേട്ടനോട് വന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രളയത്തിന് ഞങ്ങളുടെ തോടിൻ്റെ സൈഡിലാണ് വീട്. 2018 പ്രളയത്തിന് സമയത്ത് തോടിൻ്റെ അടുത്ത് താമസിക്കുന്നവരുടെ വീട്ടിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴി പൊളിച്ചു. കുറേ കോൺക്രീറ്റ് വഴി ഒരു 10 മീറ്ററോളം കാണും. അത് പൊളിച്ചിട്ട് ഈ 7 വർഷക്കാലമായിട്ട് അത് തിരിച്ച് പണിത് കിട്ടുന്നില്ല. പഞ്ചായത്തിലും പല സ്ഥലത്തിലും ഞങ്ങൾ പരാതിയും ഒക്കെ പോയി പറഞ്ഞു. 7 വർഷക്കാലം പുറകെ നടന്നിട്ടും പണിയാം അല്ലെങ്കിൽ അവർ തടസ്സം നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നീട്ടിപ്പോയി. ലാസ്റ്റ് ഞാൻ ഓർത്ത് ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട ആൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ 9ാമത്തെ പുതുക്കലിന് ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു അസുഖം വന്ന ആശുപത്രി പോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ല, താഴെ വരെ നിന്നിട്ട് പറയും ഞങ്ങൾ വണ്ടി കയറത്തില്ല, അതുകൊണ്ട് നിങ്ങൾ താഴെ കൊണ്ട് നിർത്തുകയെന്ന് പറഞ്ഞു.
ലാസ്റ്റ് മനസ്സ് മടുത്ത് അമ്മയോട് പറഞ്ഞു, ഉടമ്പടിയിൽ അത് വെച്ച് പോയി 1 മാസത്തിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പഴയതുപോലെ തന്നെ ആ വഴി ഞങ്ങൾക്ക് പണിത് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ ചേട്ടന് രാത്രി കിടപ്പം ഗ്യാസ് കെട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പേടിയാണ്, ഞാൻ ഉറങ്ങത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി എഴുന്നേക്കും, ഗ്യാസ് കെട്ടും, ശ്വാസം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം ഞാൻ എഴുന്നേറ്റ് പുറത്ത് തട്ടിയും വായുഗുളി കൊടുത്തും വെളുത്തുള്ളിയൊക്കെ കൊടുത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ചേട്ടന് ഇപ്പോൾ അസുഖമില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായിട്ട് പട്ടവിടിയാക്കി. വീടിന് ചുറ്റും ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കൈ കൊടുത്ത ആ നിയോഗം പിന്നെ എനിക്ക് പേടിയില്ലായിരുന്നു. ഈ വീട് പോകില്ല എന്നുള്ള ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ട് പരിശുദ്ധമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിച്ചോ പരിശുദ്ധ അമ്മ നമുക്കത് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഈ മരുന്ന് മേടിക്കാനും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഞാൻ അവരെ പോയി കാണുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, ഞാനിവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ 10-26 പേര് ചിലപ്പോൾ ഇവിടെ വരാറുണ്ട്. അവർക്ക് ചിലപ്പോൾ അസൗകര്യം പറയുമ്പോൾ അവരെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കൊടുക്കും. പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം തിരി കത്തിച്ചപ്പം തിരിയയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് എങ്ങനെ തെളിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഇടവകയിലെ എല്ലാ കാര്യത്തിനും ഞാനൊരു വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു പത്രം കിടക്കുകയാണ്, അതൊക്കെ ഞാൻ അപ്പം എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞ് വിശദീകരിച്ച് തന്നെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അമ്മയുടെ സാക്ഷിയായി മാറാറുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റാലിൻ, തൃശ്ശൂർ ജില്ലയിലെ പാറേകാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അമ്മയുടെ കൂടെയാണ് വരുന്നത്. അന്ന് അമ്മ സാക്ഷ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ബാക്കി ശുശ്രൂഷകളൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. 2023 അമ്മ ഉടമ്പടി എടുത്തത്. അങ്ങനെ ബിടെക് പാസ്സാവാൻ കാരണം അമ്മയാണ്. എല്ലാ സെമ്മുകളിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു പോന്നു. ബട്ട് ലാസ്റ്റ് സെമ്മ് റിസൾട്ട് വന്നപ്പോൾ 2 സപ്ലി കിട്ടി. അതെൻ്റെ ഓവർ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ 2 സപ്ലി കിട്ടി. അതെന്നെ ഒരുപാട് തളർത്തി. ആ സമയത്ത് അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയാണ്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് 2024 ഉടമ്പടി എടുക്കണത്. അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു. അത് എൻ്റെ ചേട്ടൻ UK പൈലറ്റ് ആവാനായിട്ട് പോയതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപയോഗിച്ച് റിവാലുവേഷന് കൊടുക്കുകയാണ് സപ്ലി ഉണ്ടായത്. അങ്ങനെ റിവാലുവേഷന് കൊടുത്തതിൽ 10ഉം 20ഉം മാർക്കും വെച്ച് എനിക്ക് കുറവുണ്ടായിരുന്നത് 2 സബ്ജക്റ്റിൽ. എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അത് ഒരെണ്ണം A ഗ്രേഡായും ഒരെണ്ണം ജസ്റ്റ് പാസ്സായിട്ടും ഞാൻ ജയിച്ചു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് അത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ബിടെക്കിന് ചേർന്നത് തന്നെ മെർച്ചൻ്റ് നേവിയിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ബിടെക്കിന് ശേഷം ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കുറേ എക്സാമുകൾ എഴുതണ എക്സാമുകളെല്ലാം ഞാൻ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി പൊട്ടും, വീണ്ടും എഴുതും, പൊട്ടും. പക്ഷേ എനിക്ക് അപ്പോഴും മാതാവ് തന്നൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ 2ാമത് 3ാമത് എക്സാം എഴുതിയത്.
അങ്ങനെ എൻ്റെ 13ാമത്തെ എക്സാമിലാണ് ഞാൻ അത് ക്ലിയർ ചെയ്യണത്. എക്സാമിൻ്റെ ഡേറ്റ് കിട്ടണത് എനിക്ക് ചൊവ്വാഴ്ച 2:30-നാണ്. ഞാൻ എക്സാമിന് ഇരിക്കണതിന് മുന്നേ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് എക്സാം എഴുതായിരുന്നത്. അന്ന് എക്സാം എഴുതായിരുന്നത്. എക്സാം പൂർത്തിയായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി. അതിനുശേഷം വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ആ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അതുപോലെ പിന്നത്തെ ചൊവ്വാഴ്ച, നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. 3 സ്റ്റെപ്പാണ് ഈ എക്സാമിന്, ഈ സ്പോൺസർഷിപ്പ് എക്സാമിന് കിട്ടണത്. അതിൽ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് ഈ പറഞ്ഞ ചൊവ്വാഴ്ച 2:30-നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. അപ്പോൾ എനിക്ക് ഉറപ്പാർന്നത് എനിക്ക് മാതാവ് കരുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് ഉറപ്പാർന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇൻ്റർവ്യൂവിനിരുന്നു. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എനിക്ക് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഈ കാശുരൂപവും തൈലവും പറ്റിയിട്ടാണ് എക്സാം ഇരുന്നത്. കാശുരൂപം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആകെ വിഷമിച്ച് ആണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അമ്മോട് പറഞ്ഞു, എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു, ഇനി മാതാവിൻ്റെ കയ്യിലാണ്. ഇത് തരാണെന്നുണ്ടെങ്കിൽ മാതാവിനെ അനുഗ്രഹിച്ചു, എനിക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ മാതാവിൻ്റെ നൊവേന തിരുനാളിന് പള്ളിക്ക് പോകണതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരണതും അത് പാസ്സായി എന്ന് പറയണതും. എനിക്ക് ഒരുപാട് വിഷമമായി ആ സംഭവം. ഞാൻ മെയിൽ നോക്കിയിട്ട് ആകെ കണ്ണീന്ന് വെള്ളം വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ള അത്രയ്ക്കും ഇതായിരുന്നു. പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറയണത്, എനിക്ക് ഭയങ്കര വിട്ടുമാറാത്ത ചുമയും തൊണ്ടവേനയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു 4 കൊല്ലമായിട്ട്. ഞാൻ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് 5:30 ഇരിക്കുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് വിട്ടുമാറി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നണത്. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചേട്ടൻ പോയ സമയത്ത് ലോണുകളും കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഫീസ് അടയ്ക്കാനായിട്ട് 6 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് വന്നത്. ആ സമയത്ത് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷ ഒരാളുടെ നിന്ന് പോലും പൈസ കിട്ടിയില്ല, കടം ചോദിച്ച ആൾക്കാരുകൾ. അപ്പോൾ പലരുടെ അടുത്തും ചോദിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും കൊണ്ടാണ് പോയിണ്ടായത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുകളെ ആണ് നമുക്ക് പൈസ തന്ന് സഹായിച്ചത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് ഈശോനെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ഒന്നും പള്ളിയിൽ ഈശോ ആയിട്ട് കുരിശിൽ കയറിയത് ഞാനായിരുന്നു. അന്ന് ദുഃഖ വെള്ളിയാഴ്ച ഈശോ ആയിട്ട് കയറണ സമയത്ത് ഒരു 15-20 മിനിറ്റോളം നമ്മൾ കുരിശിൽ ഇങ്ങനെ കിടക്കണം. അത് എന്നിട്ട് പറയണ്ടേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അന്ന് അവിടെ കിടക്കാനായിട്ട് എനിക്ക് ധൈര്യം തന്നത് ഈശോയാണ്. ഞാനിങ്ങനെ കിടക്കണ സമയത്ത് ഈശോ അനുഭവിച്ച വേദനകളും ആ ഒരു ഇതും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് വിഷമായി. കാരണം നമുക്ക് വേണ്ടി ഇത്രയ്ക്കും ത്യാഗം സഹിച്ചിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത്രയ്ക്കും ഇതായിട്ടാണ് അനുഭവപ്പെട്ടത്. എൻ്റെ അവിടെ കിടന്ന് ഓരോ നിമിഷം എൻ്റെ മേത്തിക്കൂടെ വിയർപ്പ് തുള്ളികൾ ഈശോയുടെ രക്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു 15 മിനിറ്റ് നേരം ഞാൻ മരവിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ കിടന്നത്. ആ കാര്യം ആലോചിച്ച് അന്ന് എനിക്ക് ഭയങ്കര ഒരു ട്രോമ പോലെയായിരുന്നു ഈ ഈശോയുടെ സംഭവം. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, വീടിൻ്റെ അടുത്തൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അവിടെ ആൾക്കാരുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോകാറുന്നു. കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയറിൽ പോകാറുന്നു. പിന്നെ പത്രം കൊടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ പേട്ടകളിലും അങ്ങനെ എല്ലാ ആൾക്കാരുകൾക്കും ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറുന്നു. അതുപോലെ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഒരു അനുഭവങ്ങളുണ്ടായത്. ഇപ്പം എല്ലാ ദിവസവും പള്ളി പോക്ക്, പിന്നെ അതുപോലെ കുമ്പസാരം, വീട്ടിലെ പ്രാർത്ഥന എല്ലാത്തിലും മുടങ്ങാണ്ട് പങ്കെടുക്കാനും അതുപോലെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്ക് സാധിച്ചു തന്നത്. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ചേട്ടനും അപ്പച്ചനും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്കും കുമ്പസാരത്തിനും പോകുന്നുണ്ടായിരുന്നു. കുമ്പസാരം മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാറുന്നു. പിന്നെ കുർബാന എല്ലാ ദിവസവും കൈക്കൊള്ളാറുന്നു. അമ്മ മാതാവിന് എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു.